ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. വിശ്വാസത്തെക്കുറിച്ച്, അതിന്റെ ശക്തിയെക്കുറിച്ച് നാം തുടർമാനമായി ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ താക്കോലുണ്ട്. ആ താക്കോൽ ഉപയോഗിച്ച് നമുക്കെതിരെ നിൽക്കുന്ന പ്രതികൂലങ്ങളെ അല്ലെങ്കിൽ ശത്രുവിന്റെ പൂട്ടുകളെ തുറന്ന് ഒരു ദൈവ പൈതൽ വിശ്വാസത്താൽ മുന്നേറേണ്ടുന്നവനാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16-18-19 ഒക്കെ വാക്യങ്ങളില് പത്രോസിനോട് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും എന്നാണല്ലോ പത്രോസിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ അത് പത്രോസിനോട് മാത്രമായിട്ട് പറഞ്ഞതായ കാര്യമല്ല. വിശ്വസിക്കുന്ന വിശ്വാസികളോട്, ദൈവത്തിന്റെ മക്കളോട് എക്കാലത്തും അരുളി ചെയ്തിട്ടുള്ള ഒരു ദൈവിക മർമ്മമാണ് അതെന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷം 18-18 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്ന തന്റെ ജനത്തോട് എക്കാലത്തും അരുളി ചെയ്തിട്ടുള്ളതായ ദൈവികമായ വാഗ്ദത്തമാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അഥവാ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സ്വർഗത്തിന്റെ കലവറകളെ തുറക്കുവാനായിട്ട് ദൈവം വിശ്വാസത്തിന്റെ താക്കോൽ നമ്മുടെ കരങ്ങളിലേക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർഗത്തിൽ അനേക കിളിവാതിലുകളുണ്ട്. അതെ, ഓരോ വാതിലുകളും തുറന്ന് ആവശ്യമായ അനുഗ്രഹത്തിന്റെ നന്മകൾ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ, ഭൂമിയിൽ ഇരുന്നു കൊണ്ട് പ്രാപിച്ചെടുക്കുവാൻ ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്ന ആ താക്കോലാണ് വിശ്വാസം എന്നുള്ളത്. ശത്രു പലപ്പോഴും പല നിലകളിൽ ബന്ധിച്ച് പോരാടുന്നതായ അനുഭവങ്ങളുണ്ട്. ഇവിടെ അനുഗ്രഹത്തിനെതിരെ, തലമുറകൾക്കെതിരെ, ആരോഗ്യത്തിനെതിരെ, ഭാവിക്കെതിരെ, വിവാഹ ജീവിതത്തിനെതിരെ, നല്ല ഒരു മുന്നേറ്റത്തിനെതിരെ ഒക്കെ പല നിലകളിൽ പലവിധമാകുന്ന ബന്ധനങ്ങളും പോരുകളും ഒക്കെയായിട്ട് അവൻ കടത്തിവിടുമ്പോൾ, പ്രിയ ദൈവത്തിന്റെ പൈതലെ, വിശ്വാസത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് അവന്റെ ബന്ധനങ്ങളെ തകർത്ത് മുന്നോട്ട് നീങ്ങുവാൻ, മുന്നോട്ട് കുതിക്കുവാൻ ദൈവം ഓരോ ദൈവ പൈതലിനെയും പര്യാപ്തമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരിക്കൽ മോവാബ് രാജാവിനെതിരെ യുദ്ധം ചെയ്യുവാൻ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും അവർ ദേശമൊക്കെയും ചുറ്റി നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവർ പോയ ദേശങ്ങൾ മിക്കവാറും എല്ലാം ശത്രു രാജ്യങ്ങളിൽ കൂടിയാണ് അവർക്ക് പോകേണ്ടിയിരുന്നത്. ഏതോ വഴിയായിട്ട് അവർക്ക് കടന്നു പോകേണ്ടി വന്നപ്പോൾ അതിലെ കടന്നു പോകുവാൻ അവരെ അനുവദിക്കാതിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ദേശത്തെ വെള്ളം പോലും ഒരു കുടിക്കത്തില്ല, ഒന്നിനും ഒരു കേടുവരുത്തത്തില്ല എന്നൊക്കെ അവര് വളരെ യാചിച്ച് പറഞ്ഞെങ്കിലും അവരെ ഏതോ വഴിയായിട്ട് കടത്തി വിടാതിരുന്നതായ ആ സന്ദർഭത്തില് അവര് എലീശയുടെ അടുക്കൽ കടന്നു ചെല്ലുവാനും ആ എലീശ അവരോട് ദൈവികമാകുന്ന ചില ദൂതുകൾ പറയുവാനിടയായി. ഇത് പ്രകാരമായിരുന്നു: നിങ്ങൾ വിശ്വാസത്തിന്റെ കുഴികളെ ഈ സ്ഥാനത്ത് കുഴിക്കുക, അത് വെള്ളം കൊണ്ട് നിറയും എന്ന് എലീശ അവരോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഭോജനയാഗത്തിന്റെ നേരത്ത് ആ ശത്രു രാജ്യമായി ആയിരുന്ന ഏതോ വഴിയായി, അവരെ കടത്തിവിടാതിരുന്ന ആ ശത്രു രാജ്യമായ ഏതോ വഴിയായി അവർക്ക് കുടിക്കുവാനുള്ളതായ വെള്ളം, അവർക്കും അവരുടെ മൃഗങ്ങൾക്കും ഒക്കെ കുടിക്കുവാൻ ധാരാളം വെള്ളം അവർ കുഴിച്ച കുഴികളിൽ വന്ന് നിറയുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ശത്രുവായവൻ നിന്നെ കടത്തിവിടത്തില്ല, മുൻപോട്ട് വിടത്തില്ല എന്ന് പറയുമ്പോൾ ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കിക്കൊണ്ട് മുൻപോട്ട് കടത്തിവിടുന്നവനാണ്
നമ്മുടെ ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെ ആ വിശ്വാസത്തിന്റെ താക്കോൽ ശക്തിയായി എടുത്തുപയോഗിക്കാം. പത്രോസ് അത് എടുത്തുപയോഗിച്ചു. ആമേൻ. അനേക ഇടങ്ങളിൽ പിന്നീട് പൗലോസ് ആ താക്കോല് മാറി മാറി അനേക ഇടങ്ങളിൽ ഉപയോഗിച്ചു. പൗലോസിന് പറയുവാനുള്ളത് യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ താന് ആ താക്കോലുമായി ഓടി നടന്ന് സഭകൾ സ്ഥാപിക്കുകയും മുൻപോട്ട് കുതിക്കുകയും ചെയ്ത അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാരൊക്കെ ആ താക്കോൽ വിശ്വാസത്താൽ മാറി മാറി ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഈ തലമുറയിൽ ആ താക്കോൽ അതേ പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിലാണ് സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നത്, കൈമാറ്റം ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കിക്കൊണ്ട് ആ വിശ്വാസത്തിന്റെ താക്കോൽ ഏന്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗത്തിൻ താക്കോൽ സഹനമാണെന്നൻ ഹൃദയത്തിലന്ന് എഴുതിയില്ലേ. സ്വർഗത്തിൻ താക്കോൽ സഹനമാണെന്നൻ ഹൃദയത്തിലന്ന് എഴുതിയില്ലേ. സ്വന്തം ചോരയാലന്ന് എഴുതിയില്ലേ. കരുണ കടലേ സ്നേഹത്തിൻ സൂനമേ കുരിശുമായി കാൽവരി കയറിയില്ലേ. തുടിക്കുന്ന ബത്സയിദ കുളക്കരയിൽ ഞാൻ കാത്തിരുന്നു. ജീവൻ തുടിക്കുന്ന ബത്സയിദ കുളക്കരയിൽ ഞാൻ കാത്തിരുന്നു. ആൾത്തിരക്കിലും നീ കണ്ടു എൻ യാതന. ആൾത്തിരക്കിലും നീ കണ്ടു എൻ യാതന. വിടുതലേകി എന്നെ യാത്രയാക്കി. കരുണ കടലേ സ്നേഹത്തിൻ സൂനമേ കുരിശുമായി കാൽവരി കയറിയില്ലേ.